ദിവസം നിനക്ക് ഈ ഒരു പറച്ചിലേ ഉള്ളോ? You naughty. നീ ഒന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് മാറിയിരിക്കും. എന്തേ ജോബ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ എന്തോ വലിയ ഷോയെ കാണിക്കുന്നത്? ഒന്നുമില്ല, ഉത്തരവില്ലാത്ത ചോദ്യം ദൈവം തരത്തില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം അറിയാൻ വേണ്ടി. എന്നിട്ട് കിട്ടിയോ? ഹലോ, ഞാൻ ഈ ജോബ് തട്ടിയെടുത്ത ഒന്നുമല്ല. ഐ മോർ ഡിസേർവിംഗ്. ഞാനിതൊരു ചോദ്യം പോലും ചോദിച്ചില്ല, അപ്പോഴേക്കും എന്തിനാ പിടയ്ക്കുന്നത്? ഇപ്പൊ തന്നെ ഓവറായി. ചെല്ലേ പോ, നോക്ക്, പുറത്ത് പോടാ. എന്തിനാണ് അവളെ അടിച്ചത്? ഇപ്പൊ എന്തിനാ അവളെ അടിച്ചതെന്ന് അവൾക്കറിയാം. പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കും മോളെ. പറയേടി, പറയ്. അത് നിന്റെ ജോബ് തട്ടിയെടുത്തതിന്. ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാ അടിക്കാൻ പോകുന്നെന്ന് വെച്ചാ തെറ്റ് ശരിയാണെന്ന് പറയുന്നവർക്ക് ശരിയായ ഉത്തരം ഒന്ന് പറഞ്ഞ് പറയൂ ചക്കര, ഒന്ന് പറയൂ. അവിടെ നിക്കടാ, നിനക്ക് കേൾക്കണ്ടേ? നീ ഒന്ന് പോകുന്നുണ്ടോ? നീ പറയ് ബേബി, നീ പറയ്. നിന്നെ ചീറ്റ് ചെയ്തതിനാണോ? നിനക്ക് പറയാം, ഞാൻ പറയാം. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ യൂസ് ചെയ്തതിനാണോ? അതിനല്ല, ഇതൊന്നുമല്ല. നിനക്ക് രാഹുലിയാണ് വേണ്ടെന്ന് പറഞ്ഞു, തെറ്റില്ല. നിനക്ക് പണമാണ് വേണ്ടെന്ന് പറഞ്ഞത് തെറ്റല്ല. എന്നാലും പണം വാങ്ങിയിട്ട് കിടക്കുന്നവരെ വെച്ച് എന്നാണ് പറയാറ്. പക്ഷേ നിന്നെ പോലെ പ്രേമ അഭിനയിക്കുന്നവരെ ശരിക്കും എന്താണ് പറയാ? ഇതാണ് എന്റെ ചോദ്യം. നീ പറയുന്നോ അതോ അവൻ പറയുന്നോ? അവൻ തന്നെ പറഞ്ഞോളൂ. പറയടാ. എനിക്കൊന്നും അറിയില്ല. മോനെ, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാടാ കണ്ടത്. പക്ഷെ പാമ്പുകളാണ് നിങ്ങളൊക്കെ. നാണില്ലേ? രാവിലെ സിഗരറ്റ് പെട്ടെന്ന് എടുക്ക, സിഗരറ്റ് എടുക്ക. കിങ്സ് എന്താണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ. നീ ആ മൈനുമായിട്ട് സെറ്റ് ആയില്ലടാ. ഓളെ നന്നായിട്ട് നോക്കിയോ. എന്താ നോക്കുന്നത്? സൈലന്റ് ആയിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ജോലി നോക്കും. ആരെങ്കിലും നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിരുന്നോ? യൂസ് ചെയ്യായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും എന്നെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ ചിരിയടാ, ചിരിക്കേ. ഓക്കെ ബോയ്സ്, അടിച്ചു പൊളിക്കുക, നല്ലോണം ജോലി ചെയ്യാം. പിന്നെ സൈലന്റ്. അയ്യോ, താൻ ഈ ഗെയിമിൽ ഇല്ലല്ലോ. റോങ് ടൈമിലല്ലേ എൻട്രി ആയത്. വാ വാ, രാവിലെ ആരെയാണോ അവ കണി കണ്ടത്? നീ എന്നോട് പറയണ സെക്യൂരിറ്റി. കുറച്ചു നേരത്തിനും എന്തോ പറഞ്ഞില്ലേ? യെസ്, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവനെ മാത്രം
ഒരിക്കലും ചൊറിയാൻ നിൽക്കരുത്. കേ ഡപ്പന്നെ ഞാനിത് എടുക്കുന്നുണ്ടേ. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, Bonus. Today is your lucky day. ഹലോ, ഗെയിം എങ്ങനെയുണ്ട് സിദ്ധു? താൻ ആരാടോ? നിനക്ക് ഇത്രയും കോൺഫിഡന്റ് വരാൻ കാരണം ഞാനാണ്. ഓ, എന്നെ ഈ ഗെയിം കളിപ്പിക്കുന്നത് താനാണോ? എന്നെ ഈ ഗെയിമിൽ കളിപ്പിക്കുന്നത് ഒരാളാണ്. അല്ല, ശരിക്കും താൻ ആരാ? എന്നെന്തിനാ ഗെയിമിൽ സെലക്ട് ചെയ്തത്? എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യസമയത്ത് നിനക്ക് ഉത്തരം ലഭിക്കും. എന്നാൽ എന്നോട് എന്തിനാ ഗെയിം കളിക്കാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ റിയലി ലൈക്ക് ദിസ് ഗെയിം. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. യഥാർത്ഥ ഗെയിം ഇനിയാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. നീ കരുതുന്നത് പോലെ ഈ ഗെയിം അത്ര ഈസി അല്ല. ഇറ്റ്സ് എ വൈൽഡ് ഗെയിം. ഒരു പ്രാവശ്യം എൻ്റർ ആയാൽ നീ വിന്നറായിട്ടേ പുറത്തു വരാൻ സാധിക്കൂ. അല്ലെങ്കിൽ പോയതുപോലെ അങ്ങ് തിരിച്ചു വരാം, അതല്ലേ? സ്മാർട്ട് ബോയ്, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഗെയിമിന് ചില റൂൾസ് ഉണ്ട്. ഒരു പ്രാവശ്യം എൻ്റർ ആയാൽ പിന്നെ പുറത്തു വരാൻ സാധിക്കില്ല. നെക്സ്റ്റ് റൂൾ, ഈ ഗെയിമിനെ കുറിച്ച് ആരോടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. യെസ്, നാച്ചുറലി. ഈ ഗെയിമിൽ നിന്നെ പോലെ ധാരാളം പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് നിന്നെയും നിനക്ക് അവരെയും അറിയില്ല. പക്ഷെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇരുട്ടിലുള്ള ശത്രുവായിട്ട് പോരാടണം. Got it. ഇരുട്ടിലുള്ളവനാണ് ശക്തനായ എതിരി. അതുപോലെ ഇതിലുള്ളവർക്കൊരു ഇമോഷണൽ ഫീലിംഗ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങളെ ദുർബലമാക്കും. 100%. ഇതൊരു മരണത്തിന്റെ കളിയാണ്. 2 വഴി മാത്രം. ഒന്നുകിൽ ഗെയിം വിന്നർ ആകണം, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് മരിച്ചു പോകണം. ലൂസറായിട്ട് മരിക്കാൻ തന്നെ തീരുമാനിച്ചവനാ. വിന്നർ ആവാൻ എത്ര പ്രാവശ്യം മരിക്കാനും ഞാൻ റെഡിയാണ്. യെസ്, ഈ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നീ ഈ ഗെയിമിൽ സെലക്ട് ആയിരിക്കുന്നത്. താങ്ക് യു മാസ്റ്റർ. ഓക്കേ, cheer up സിദ്ധു. അടുത്ത ടാസ്ക് വേറെ ലെവലിൽ ഉണ്ടായിരിക്കും. ഗെയിം നീ കരുതുന്നതിനേക്കാൾ വളരെ ഭീകരമായിരിക്കും. അതുകൊണ്ട് നീ ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആയിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ. ഹാപ്പി മോർണിംഗ് ബ്രോ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, നീ എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വന്നു? ഡ്യൂഡ് ചിൽ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഓ, നീയായിരുന്നോ? അല്ല, എന്താ ഇതൊക്കെ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഹലോ കൂൾ ഡൂഡ്, നീ ഒന്ന് ചില്ലാവ്. ഞാനൊന്നും നിന്നെ ഫോളോ ചെയ്യുന്നില്ല, മനസ്സിലായോ? ഇന്നലെ നീ എന്റെ ബോസിനായിട്ട് ഇടിക്കുമ്പോ ഒരു വിസിലടിച്ചില്ലേ, അതോടെ പോയി. എന്റെ ജോലി തെറിച്ചു. ബോസിനെ അടിക്കണമെന്ന് പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ. നിന്നെ പോലെ ആർക്ക് ചെയ്യാൻ കഴിയും? അടിപൊളിയായി, വലിയ ഫാനായി. പോണെങ്കി പോട്ടെ ആ പുല്ല് ജോബ്. ഇത് പറയാനാ ഇത്രയും ദൂരം വന്ന്? നോക്കി, എനിക്ക് ഇതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നിനക്ക് ഇവിടുന്ന് പോവാം. ഒരുപാട് ബിൽഡപ്പ് അടിക്കല്ലേ. നിനക്ക് അത്രയും വലിയ സീനൊന്നുമില്ല, ജസ്റ്റ് അബവ് ആവറേജ്. പിന്നെ ഒട്ടും എന്റെ ടൈപ്പും അല്ല. ഇല്ലല്ലോ, എന്നാ ചെല്ല്. ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? സിമ്പിൾ. നീ അടിച്ചതുകൊണ്ടല്ലേ എന്റെ ജോബ് തെറിച്ചത്. സോ ഇന്ന് മുതൽ എനിക്ക് ജോബ് കിട്ടുന്നവരെ എന്റെ റെസ്പോൺസിബിലിറ്റി നിന്റേത്. ശരി മതി, നീ ഇവിടുന്ന് പോ. അതെന്താണെങ്കിലും പുറത്തു പോയി നോക്കാം. പോ പോ. ശരി, ഫൈനലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. മുമ്പൊക്കെ വാ തുറന്ന് ഒരു വാക്ക് പോലും പറയില്ല. ഇന്നെന്താന്ന് വെച്ചാ ഒരു കോബ്രയെ പോലെയാണല്ലോ. അതാണോ ആക്ടിങ്, അതോ ഇതാണോ ആക്ടിങ്? ഇത് ആക്ടിങ് ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്. ഒരു പെണ്ണ് പോലും വീഴാതിരിക്കില്ല. What do you think? ഇംപ്രസർ. നമ്മുടെ മിഷൻ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ? I expected, sir. Everything is going according to the plan, sir. സോ ഇതുവരെ അവന്റെ പ്രോഗ്രസ് ഹയർ അതോറിറ്റിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. Yes, sir. ഗുഡ് ജോബ്.